Who can prescribe antibiotics? Is it harmless? After effects of antibiotic misuse. Can Health Minister of Kerala prescribe antibiotics to all? Hi friends, ഈയിടെ കാണുവാനിടയായ ഒരു യൂട്യൂബ് വാർത്തയാണ് ഈ പോഡ്കാസ്റ്റിന് ആധാരം. രൂക്ഷമായ മഴയെ തുടർന്ന് എലിപ്പനി, leptospirosis പടരാതിരിക്കുവാൻ കേരളത്തിലെല്ലാവരും ഡോക്സിസൈക്ലിൻ ഉപയോഗിക്കണമെന്ന് ആരോഗ്യമന്ത്രി മിസ് വീണ ജോർജ്. ഇത് അവജ്ഞയോ അതോ വെറും അജ്ഞതയോ? ഡോക്സിസൈക്ലിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണെന്ന് നമുക്കറിയാം. ബാക്ടീരിയ മൂലമുളവാകുന്ന രോഗത്തെ ഡോക്സിസൈക്ലിൻ സുഖമാക്കുന്നു. പക്ഷേ എന്താണ് ആൻറ്റിബയോട്ടിക്സ്? മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന അണുബാധകളെ ഉന്മൂലനം ചെയ്യുന്നവയാണ് ആൻറ്റിബയോട്ടിക്സ്. ന്യൂമോണിയ, TB, ഗൊണോറിയ, സാൽമനെല്ലോസിസ് മുതലായ രോഗങ്ങളെ ഇത് ഫലപ്രദമായി ചികിത്സിക്കുന്നു. ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇതാർക്കും മനസ്സിലാവും. പക്ഷേ ഡോക്സിസൈക്ലിൻ എത്ര നാൾ കഴിച്ചാൽ ഈ രോഗങ്ങൾ സുഖപ്പെടുത്താൻ ആവും? അതാണ് നാം എല്ലാം പ്രധാനമായി അറിയേണ്ടത്. ജനങ്ങളുടെ വോട്ട് നേടി ജയിക്കുന്ന ആരോഗ്യമന്ത്രിക്ക് ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുവാനുള്ള അധികാരമുണ്ടോ? ഇത് നാം അറിയണം. നാഷണൽ മെഡിക്കൽ കമ്മീഷനും മറ്റു റെഗുലേറ്ററി അതോറിറ്റികളും അംഗീകരിച്ച മെഡിക്കൽ ഡിഗ്രിയും ലൈസൻസിങ് അതോറിറ്റി നൽകുന്ന മെഡിക്കൽ പ്രാക്ടീസിങ് ലൈസൻസും ഇതിനാവശ്യമാണ്. ബീച്ചുകളിൽ നിലക്കടല വിൽക്കുന്ന ലാഘവത്തോടെ ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുവാൻ പാടുള്ളതല്ല. USA പോലുള്ള രാഷ്ട്രങ്ങളിൽ മനുഷ്യജീവന് വിലയും പ്രാധാന്യവും നൽകുന്നതുകൊണ്ട് അംഗീകാരം നേടിയ മെഡിക്കൽ ഡിഗ്രിയും ലൈസൻസും ഇല്ലാതെ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കുറ്റകരമാണ്. പ്രസിഡന്റ് ഉൾപ്പെടെ ആര് കുറ്റം ചെയ്താലും അവിടങ്ങളിൽ ശിക്ഷിക്കപ്പെടും. ഇന്ത്യക്കാർക്ക് ഇത് മനസ്സിലാവാൻ ചിലപ്പോൾ വിഷമമായിരിക്കും. പക്ഷേ അതാണ് സത്യം. ഓരോ തരം ബാക്ടീരിയ ഇൻഫെക്ഷനും അതിൻ്റേതായ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. രോഗിയെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സും ലാബ് ടെസ്റ്റുകളും ഏത് ആൻറ്റിബയോട്ടിക്കാണ് പ്രത്യേക ബാക്ടീരിയയ്ക്ക് മെച്ചമെന്ന് തിട്ടപ്പെടുത്തി രോഗിയുടെ വയസ്സും ഭാരവും കണക്കിലെടുത്തുകൊണ്ട് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡോസ്, സ്ട്രെങ്ത്, ഡ്യൂറേഷൻ ഇവ തിട്ടപ്പെടുത്തി ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നു. രോഗഹേതുവായ ബാക്ടീരിയയെ നശിപ്പിക്കുന്നതിനൊപ്പം ശരീരത്തിൽ പ്രതിരോധത്തിനാവശ്യമുള്ള മറ്റ് ബാക്ടീരിയകളെയും ഇവ പാടെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. ആ സമയങ്ങളിൽ മറ്റ് അണുക്കളുടെ ആക്രമണം മൂലം പല അസുഖങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. പ്രതിരോധ ശേഷി വീണ്ടെടുക്കുവാനുള്ള സമയം ശരീരത്തിന് ലഭിക്കുവാൻ വേണ്ടി രോഗവിമുക്തരായ ശേഷവും കുറച്ച് ദിവസങ്ങൾ കൂടി ആൻറ്റിബയോട്ടിക്സ് തുടരുന്നു. അസുഖം ഭേദമായല്ലോ, ഇനി എന്തിന് ആൻറ്റിബയോട്ടിക്സ് എന്ന് കരുതി ചിലർ സ്വയം ആൻറ്റിബയോട്ടിക്സ് നിർത്തുന്നു. ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാതെയോ സ്വന്തം ഇഷ്ടപ്രകാരമോ ഇതറിയാത്തവരുടെ ഉപദേശപ്രകാരമോ ആൻറ്റിബയോട്ടിക്സ് നിർത്തിയാലോ ഉപയോഗിച്ചാലോ വലിയ വിപത്തുകളായിരിക്കും അവരെ ആശ്ലേഷിക്കുന്നത്. ആയതിനാൽ പ്രോപ്പർലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സിൻ്റെ വിദഗ്ധോപദേശം ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റിന് അത്യന്താപേക്ഷിതമാണ്. WHO കണക്ക് പ്രകാരം ലോകമൊട്ടാകെ ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന ഒന്നാണ് ആൻറ്റിബയോട്ടിക്സ്. എന്താണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്? അതിൻ്റെ ദൂഷ്യവശങ്ങൾ. ആൻറ്റിബയോട്ടിക്സിൻ്റെ തെറ്റായ ഉപയോഗം മൂലം നിസ്സാരമായ പല ബാക്ടീരിയകളും ആൻറ്റിബയോട്ടിക്സിന് കീഴ്പ്പെടാതെ ആവാനാത്ത വിധം മാരകങ്ങളായ ബാക്ടീരിയൽ സ്ട്രെയിനായി രൂപാന്തരപ്പെടുന്നു. സൂചിക്കെടുക്കാവുന്നത് തുമ്പയ്ക്കെടുക്കേണ്ടി വരുന്നത് പോലെ തെറ്റായതും വേണ്ടതിലധികമോ ആവശ്യത്തിലും കുറച്ചോ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് സംഭവിക്കുന്നു. WHO വെബ് പേജ് വിശദീകരിക്കുന്നു. ആരോഗ്യ, ഭക്ഷ്യ സുരക്ഷയും വികസനവും അഭിമുഖീകരിക്കുന്ന പ്രധാനമായ ഒരു ആഗോള പ്രതിഭാസമാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇത് ഏത് പ്രായത്തിലും രാജ്യത്തും ആർക്കും സംഭവിക്കാം. ഫലപ്രദമായ പല ആൻറ്റിബയോട്ടിക്സ് ട്രീറ്റ്മെൻറ്റുകളെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള കരുത്ത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് മൂലം ബാക്ടീരിയകൾക്ക് ലഭ്യമാകുന്നു. തുടർന്ന് നിലവിലുള്ള ആൻറ്റിബയോട്ടിക്സ് ഫലം കാണാതെ വരുന്നു. ന്യൂമോണിയ, TB, ഗൊണോറിയ, സാൽമനെല്ലോസിസ് മുതലായ രോഗങ്ങൾ
നിലവിലുള്ള ആൻറ്റിബയോട്ടിക്സിനെ ചേർത്ത് മാരകമായി മാറുന്നു. ആൻറ്റിബയോട്ടിക്സിൻ്റെ റെസിസ്റ്റൻസ് മൂലം രോഗികൾക്ക് അധിക നാളുകൾ ഹോസ്പിറ്റലുകളിൽ കഴിയേണ്ടി വരുന്നു. അവരുടെ മെഡിക്കൽ ചെലവുകൾ ഗണ്യമായി വർദ്ധിക്കുന്നു. ഡയറിയ പിടിച്ച കുട്ടികളിൽ ആൻറ്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് കാരണം മരണനിരക്ക് ഉയരുന്നു. ആൻറ്റിബയോട്ടിക്സ് ലക്ഷ്യമിടുന്ന ബാക്ടീരിയകൾക്കൊപ്പം ദഹനത്തിനും രോഗപ്രതിരോധത്തിനും ആവശ്യമായ ബാക്ടീരിയകളും ഉന്മൂലനം ചെയ്യപ്പെടുന്ന മൂലം പല ദോഷങ്ങളിൽ വന്നുഭവിക്കുന്നു. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഗൊണോറിയ രോഗികളുടെ എണ്ണവും മരണസംഖ്യയും പെരുകുന്നു. അല്പം സ്ഥിതിവിവര കണക്കുകൾ. ആൻറ്റിബയോട്ടിക്സ് ഫലപ്രദമാകാത്തത് കാരണം USA മാത്രം രോഗികളുടെ മരണസംഖ്യ പ്രതിവർഷം 35,000, അതായത് 10,000 പേർക്ക് ഒരാൾ എന്ന തോതിൽ ഉയർന്നിരിക്കുന്നു. ഈ കണക്കുമായി താരതമ്യപ്പെടുത്തിയാൽ ഇതുമൂലം ഇന്ത്യയിൽ വർഷം തോറും 140,000 ഏറെ മരണങ്ങൾ ഉണ്ടാകുന്നു. മറ്റു പല വികസിത രാഷ്ട്രങ്ങളിലേതുപോലെ ശരിയായ വിവരങ്ങൾ ഇന്ത്യയിൽ നിന്ന് ലഭിക്കാത്തത് ഇന്ത്യയുടെ മെഡിക്കൽ ഫീൽഡും ചികിത്സയും USAIDനൊപ്പം കണക്കാക്കിയിട്ടും ആണ് ഇത്രയും ഇന്ത്യയിൽ ആൻറ്റിബയോട്ടിക്സ് മരണങ്ങൾ. ഈ കണക്കനുസരിച്ച് കേരളത്തിൽ വർഷം തോറും 35,300 പരം മരണങ്ങളുണ്ട് ആൻറ്റിബയോട്ടിക്സ് റെസിസ്റ്റൻസ് മൂലം. മന്ത്രി വീണ ജോർജിനെ പോലുള്ളവരെ വിശ്വസിച്ച് കേരളം ഡോക്സിസൈക്ലിൻ ഉപയോഗം തുടങ്ങിയാൽ വളരെ പരിതാപകരമായിരിക്കും ജനങ്ങളുടെ കാര്യം. എന്താണ് ആൻറ്റിബയോട്ടിക്സ് സ്റ്റിവർഷിപ്പ്? അനാവശ്യമായ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗം നിയന്ത്രിക്കുവാനായി വിവിധ മാർഗങ്ങൾ തേടുകയാണ് USA. ആൻറ്റിബയോട്ടിക്സ് ട്രീറ്റ്മെൻറ്റിന് വിധേയരായ രോഗികളുടെ മെഡിക്കൽ ലാബ് ട്രീറ്റ്മെൻറ്റ്സ് വിദഗ്ധമായി വിശകലനം ചെയ്യുന്നു. ഏത് ക്ലാസ്സിലാണോ വിഭാഗത്തിലോ ഉള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് രോഗിക്ക് അത്യുചിതം, ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഡോസ്, സ്ട്രെങ്ത്, ദിവസങ്ങൾ എന്നും ഇതിൽ നിർണ്ണയിക്കപ്പെടുന്നു. ഡോക്ടേഴ്സിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വീഴ്ചകൾ വന്നാൽ ഭീമമായ തുക നഷ്ടപരിഹാരമായി രോഗികൾക്ക് ലഭിക്കുന്നു. കേരളത്തിലും ഇന്ത്യയിലും ഇതൊന്നും സംഭവിക്കാത്തതുമൂലം ദഹനക്രിയകൾക്ക് ശേഷമാവുന്ന വെണ്ണീറിൻ്റെ വില പോലും ഇല്ലാത്ത ഇവിടങ്ങളിൽ ആരോഗ്യമന്ത്രി മിസ് വീന ജോർജിനെ പോലുള്ളവർക്ക് എന്തുമാവാം, എന്തും കാണിച്ച് കയ്യടിയും വോട്ടും നേടാം. ആരാണ്ടമ്മക്ക് ഭ്രാന്തി പിടിച്ചാൽ കാണാൻ എന്തൊരു ശേല്, വാൽക്കഷ്ടം. ആൻറ്റിബയോട്ടിക്സ് നശിപ്പിക്കുകയില്ല ഒരിക്കലും വൈറസിനെ. ആര് ശടിച്ചാലും പ്രോത്സാഹിപ്പിച്ചാലും റാബീസിന് ആൻറ്റിബയോട്ടിക്സ് ഒരു മരുന്നല്ല. നിർവീര്യമാക്കിയ റാബീസ് വൈറസിൽ നിന്നാണ് ഇതിൻ്റെ വാക്സിൻ തയ്യാർ ചെയ്യുന്നത്. ഡോക്സിസൈക്ലിൻ റാബീസിനെതിരെ ഉപയോഗിക്കുന്നത് ഫലപ്രദമല്ലെന്ന് മാത്രമല്ല, തികച്ചും അപഹാസ്യവും ഹാനിദായകവുമാണ്. മുറിവൈദ്യ ചികിത്സ മൂലം വന്നുഭവിക്കുന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ബാക്ടീരിയയെ അത്യന്തം ഗുരുതരമാക്കുകയും ഭേദമാക്കാൻ കഴിയാത്ത വിധം ഭയാനകമാക്കുകയും ചെയ്യും. ലോകമൊട്ടാകെ COVID-19 കത്തിപ്പടർന്നുകൊണ്ടിരുന്നപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രം കോവിഡ് പോസിറ്റീവ് ആയിരുന്ന കേരളത്തിൽ രാഷ്ട്രീയക്കാരും മന്ത്രിശ്രേഷ്ഠന്മാരും ഒത്തുചേർന്ന് ഇതിനെ ഉയർത്തി ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് എത്തിച്ചത് സദയം ഓർമ്മിക്കുക. WHO വെബ്സൈറ്റ്, ലാൻസെറ്റ്, CDC USA മുതലായവയിൽ നിന്നാണ് ഇതിനാസ്പദമായ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടിയും. സബ്സ്ക്രൈബ് ചെയ്യാത്തവ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ എഡ്വിൻ വില്യംസ്, EJW സയൻസ് ആൻഡ് റിസർച്ച് ന്യൂസ്, EJW ന്യൂസ് പോഡ്കാസ്റ്റ്.